റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് യാത്രക്കാരിൽ നിന്ന് മൊബൈൽ ഫോണുകൾ കവരുന്ന 6 അംഗ സംഘത്തെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത്. ഈ 6 പേരും മലയാളികളാണ്, മാത്രമല്ല ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഈ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ പെട്ടെന്ന് ട്രെയിനിലേക്ക് കയറുന്ന യാത്രക്കാർ, അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്യുന്നവർ, അവരൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് സമീപത്തായി ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ടപ്പുറം മാറി ഈ സംഘം കാത്തു നിൽക്കും. അവിടെ ഒരാൾ ഈ ആളുകളുടെ കയ്യിൽ നിന്ന് ഇരിക്കുന്ന മൊബൈൽ വടി കൊണ്ട് തട്ടി താഴെയിടും. അത് മറ്റുള്ളവർ എടുക്കും. അങ്ങനെ ഈ മൊബൈൽ ഫോണുകൾ കവർച്ച ചെയ്യുന്നതാണ് ഈ പ്രതികളുടെ രീതി. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്തൊന്നും തന്നെ ഈ പരാതികളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ പ്രതികളിലേക്ക് എത്താനും കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഒരു ആളിൽ നിന്ന് ആളെ ഇത്തരത്തിൽ ആക്രമിക്കുന്നതിനിടെ യാത്രക്കാരൻ താഴെ വീഴുകയും ചെയ്തു. ആ താഴെ വീണപ്പോഴാണ് ഇയാൾ പോലീസിൽ പരാതിപ്പെടുന്നത്. തുടർന്ന് റെയിൽവേ പോലീസ് CCTV ദൃശ്യങ്ങളുടെ അടക്കം പരിശോധിക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ 6 പേർ പിടിയിലായത്. 6 പേർ ആലുവ, പെരുമ്പാവൂർ, എറണാകുളം, മലപ്പുറം സ്വദേശികളാണ്. അതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളുകളുമുണ്ട്. പെരുമ്പാവൂർ സ്വദേശികളായ സിറാജ്, ജോസ്വിൻ, മലപ്പുറം സ്വദേശി ആഷിഖ്, ആലുവ സ്വദേശി ഷെഫിൻ, എറണാകുളം കളമശ്ശേരി സ്വദേശി മുഹമ്മദ് ഫസൽ എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് ഇപ്പോൾ റെയിൽവേ പോലീസിൻ്റെ പിടിയിലുള്ളത്. ഈ പ്രധാനമായും റെയിൽവേ പോലീസ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, ഈ മൊബൈൽ മോഷണം മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള പണം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ മൊബൈൽ മോഷണം നടത്തുന്നത് എന്നാണ്. എന്തായാലും ഈ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു രീതിയിൽ അത്തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോകളെ അത് അനുസ്മരിപ്പിക്കും വിധമാണ് കേരളത്തിലും ഇത്തരത്തിൽ ഈ മൊബൈൽ മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം റെയിൽവേ പോലീസ് നൽകുന്നുണ്ട്. വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് അപകടകരമാണ്, അനുവദനീയമായ കാര്യവുമല്ല. മാത്രവുമല്ല, ഈ ട്രെയിനിൽ കയറുമ്പോൾ സുരക്ഷിതമായി കയറണം. ഒപ്പം തന്നെ ഈ കയ്യിലിരിക്കുന്ന വസ്തുക്കൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും വേണം. ഇത്തരം ഒരു മോഷ്ടാക്കൾ വിലസുന്ന ഒരു പശ്ചാത്തലത്തിൽ റെയിൽവേ പോലീസ് പരിശോധനയും ഊർജിതമാക്കിയിട്ടുണ്ട്. ട്രെയിനുകളിലെ വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരെ കേന്ദ്രീകരിച്ച് ഉത്തരേന്ത്യൻ മോഡലിൽ വടിക്കടിച്ച് വീഴ്ത്തി പണവും മൊബൈൽ ഫോണും കവർച്ച ചെയ്തിരുന്ന 6 അംഗ സംഘത്തെ ഇന്ന് കേരള റെയിൽവേ പോലീസിൻ്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെയും ആലുവ റൂൾ സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇന്നലെ രാത്രി മലബാർ എക്സ്പ്രസ്സിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്ത സമയത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽപ്പടിയിൽ നിന്ന് യാത്ര ചെയ്ത ഒരു യുവാവിനെ അടിച്ചു വീഴ്ത്തി പണവും മൊബൈൽ ഫോണും കവർച്ച നടത്തിയ കേസിനകത്തേക്കാണ് ഈ അറസ്റ്റ്. ഈ വീഴ്ചയിൽ യുവാവിന് പരിക്ക് പറ്റിയിട്ടുള്ളതാണ്. ഇതിനകത്ത് ഉൾപ്പെട്ട 6 അംഗ സംഘത്തെയാണ് ഇന്ന് കേരള റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 പേർ പെരുമ്പാവൂർ സ്വദേശിയും 2 പേർ ആലുവ സ്വദേശിയും ഒരാൾ കളമശ്ശേരി സ്വദേശിയാണ്. ഇതിനകത്ത് വടിക്കടിച്ച് വീഴ്ത്തുന്ന ആൾ ജുവനയിലും അയാൾ ആലുവ സ്വദേശിയുമാണ്. ഇവർ പ്രധാനമായിട്ടും സംസ്ഥാനത്തിന് വെളിയിലേക്ക് പോകുന്ന ട്രെയിനുകളിലാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തിയിരുന്നത്. ആയതിനാൽ പരാതികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇന്നലെ ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ കേസ് രജിസ്റ്റർ ചെയ്യുകയും അത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നമുക്ക് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഈ പ്രതികൾ മയക്കുമരുന്ന് ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കവർച്ച നടത്തിയിട്ടുള്ളതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ട്രെയിനുകളിൽ വാതിൽപ്പടിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് അപകടകരമാണെന്ന് ജനങ്ങൾക്ക് പൊതുജനത്തിന് അറിയാമെന്നിരിക്കെ ഇത്തരത്തിലുള്ള യാത്രകളെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു വിധത്തിലുള്ള നടപടികളും ചെയ്യാൻ പാടില്ലാത്തതാണ്.